നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചു എന്നതിന്റെ പേരിൽ അല്ല, ഇരയെ ആക്ഷേപിച്ചു, അതുപോലെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന വിധത്തിലൊക്കെ സംസാരിച്ചു, ലൈംഗികമായി അധിക്ഷേപിച്ചു എന്നതിന്റെ പേരിൽ ഒന്നും കൂടി കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നിരന്തരം വിളിച്ചു പറഞ്ഞ് മീഡിയയിൽ അതുപോലെ 3.5 കോടി ജനങ്ങളുടെ മുന്നിലേക്ക് ആ വിഷയം ഇങ്ങനെ പോയിന്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് ഇരയെ അപമാനിച്ചു എന്ന പേരിൽ കേസ് ചുമത്തി രാഹുൽ ഈശ്വറിനെ അകത്തിട്ടത് 16 ദിവസം. 16 ദിവസത്തിന് ശേഷം ഇപ്പോൾ ഇന്നലെ ജാമ്യം കിട്ടി പുറത്തു വന്നത് നമ്മൾ കണ്ടു. ഇവിടെ മാധ്യമങ്ങൾ സംസാരിക്കാത്ത, ഞാനും നിങ്ങളും ഇവിടെ ഇങ്ങനെ യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റ് മീഡിയകളിലോ ഒന്നും സംസാരിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. കുടുംബം അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ നമുക്കൊക്കെ രാഹുൽ ഈശ്വറിനെ അറിയുള്ളൂ. അതിശക്തമായി സംസാരിക്കുന്ന, വിളിച്ചു പറയാൻ ധൈര്യമുള്ള, എന്നാൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ സംസാരിക്കാൻ ധൈര്യമില്ലാത്ത പല കാര്യങ്ങളും രാഹുൽ ഈശ്വർ ഇരുന്ന് സംസാരിക്കുമ്പോൾ രാഹുൽ പിന്തുണ എന്ന് താഴെ കമന്റ് എഴുതാൻ മാത്രമാണ് ഇവിടെ ആൾക്കാരുള്ളത്. യഥാർത്ഥത്തിൽ രാഹുൽ ഈശ്വരൻ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. ഇപ്പോ എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ കേസുകളിൽ ഇന്ന് സംസാരിച്ചു. വ്യാജ പോക്സോ കേസുകളായിക്കോട്ടെ, വ്യാജ പീഡന കേസുകളായിക്കോട്ടെ, എനിക്ക് 100% ഉറപ്പുള്ള കേസുകളിൽ അത് കള്ളക്കേസാണ് എന്ന് ഞാൻ സംസാരിക്കുകയും പിന്നെ പലതും ഞാൻ വീഡിയോ ചെയ്യാറില്ല. വീഡിയോ ചെയ്യാതെ നേരിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അത്തരത്തിൽ ധാരാളം കേസുകൾ എന്നെ തേടി വന്നിട്ടുണ്ട്. അതിലൊരു കേസിൽ ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. ഇനി KM ഷാജഹാന്റെ കാര്യം എടുക്കാം. KM ഷാജഹാനെ ഇതുപോലെ തന്നെ സർക്കാരിനെതിരെ സംസാരിക്കുന്നു, CPM-നെതിരെ സംസാരിക്കൂ എന്ന കാരണത്താൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും അവിടെ നിന്ന് തിരികെ വീട്ടിലെത്തിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം എന്ന വാശിയിൽ വന്ന് പൊക്കിക്കൊണ്ടുപോയതും, അങ്ങനെ ഷാജൻ സ്കറിയ യഥാസമയം ഇടപെട്ടത് കൊണ്ട് മാത്രം അദ്ദേഹം റിമാൻഡിലേക്ക് പോകാതെ വീട്ടിലേക്ക് മടങ്ങി വരാൻ കഴിഞ്ഞതുമൊക്കെ നമുക്കറിയാം. ഇതിന്റെയൊക്കെ പിന്നിൽ ചില അനുഭവങ്ങളും ചില വിഷമങ്ങളും ഉണ്ട്. ഇതാരും ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ രാഹുൽ ഈശ്വർ ആയാലും KM ഷാജഹാൻ ആയാലും ഞാനും ജയിലിൽ കിടന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത്തരത്തിൽ ആര് തന്നെ ആയിരുന്നാലും ഒരു കേസിൽ ജയിലിലേക്ക് പോകുമ്പോൾ നമ്മളൊക്കെ വലിയ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ, അല്ലെങ്കിൽ എല്ലാം സഹിച്ചുകൊണ്ട് ചാലഞ്ച് ചെയ്ത് പോകാൻ കഴിയുന്നവരാണ് എന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടാകരുത്. അങ്ങനെയൊന്നുമല്ല. സാധുക്കളാണ്, പാവങ്ങളാണ്. ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെ കാര്യം എടുക്കാം. രാഹുൽ ഈശ്വറിന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വക്കീലാണ്, നിയമം അറിയുന്നവരാണ്. പക്ഷെ അവർ ഒരു ഭാര്യയാണ്, ഭർത്താവിനെ, കുഞ്ഞിനെ, കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതിന്റെ മനസ്സിലുണ്ടാകുന്ന വേദനയും അതിന്റെ നെട്ടോട്ടവും എത്ര പേർ സംസാരിച്ചു. ഇവിടെ രാഹുൽ ഈശ്വറിന്റെ ഭാര്യ അതിശക്തമായി സംസാരിക്കുന്നതിനെ കുറിച്ചാണ് എല്ലാവരും സംസാരിച്ചത്. രാഹുൽ ഈശ്വറിലേക്ക് നമുക്ക് വരാം. മറ്റ് 2 കേസുകൾ സംസാരിച്ച് വരുമ്പോഴേ രാഹുൽ ഈശ്വറിന്റെ ഈ സംസാരത്തിൽ ഒന്നുകൂടി ഗുമ്മ വരുള്ളൂ. ഗുമ്മാണല്ലോ നമുക്ക് വേണ്ടത്. നമുക്ക് KM ഷാജഹാന്റെ കാര്യം തന്നെ എടുക്കാം. KM ഷാജഹാൻ ഒരു വലിയ പവറുള്ള ഒരു വ്യക്തിയാണ്. ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇരുന്ന് സംസാരിക്കാൻ, വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്ത, നാവലിന് ഒരു ലൈസൻസും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അതായത് ആരും പേടിയില്ല. പക്ഷെ അതുപോലെയല്ല അവരുടെ വീട്ടുകാരുടെ അവസ്ഥ എന്ന് പറയുന്നത്. KM ഷാജഹാനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ, KM ഷാജഹാൻ കുടുക്കിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാരുടെ കാര്യം, മറ്റുള്ളവരുടെ കാര്യമൊക്കെ ആകെ പുകയാണ്, ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ വരും, എങ്ങോട്ട് പോകണമെന്ന് അറിയാത്തൊരവസ്ഥ വരും, ആരെ സഹായിക്കാനില്ലാത്തൊരവസ്ഥ വരും. ഇതാണ് ഇങ്ങനെയുള്ളവരെ നോക്കിയിട്ടാണ് ഇവർ അകത്താക്കാൻ ശ്രമിക്കുന്നത്, CPM-ന്റെ പ്രതികാര നടപടികൾ എടുക്കുന്നത്. ഈ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് അവർ പിന്നിൽ ആരാ ഉള്ളത്, കുടുംബത്തിൽ ആരാ ഉള്ളത്, ആ കുടുംബത്തിലുള്ളവരുടെ മാനസികാവസ്ഥ എന്താണ്. കാരണം ഇങ്ങനെ ഏതെങ്കിലും ഒരു കേസിൽ ഒരുത്തനെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്ത് ചെയ്യില്ല, ഇറങ്ങില്ല. കാര്യം ഈ കുടുംബം പറയും, വേണ്ട, നമുക്കതൊന്നും സംസാരിക്കണ്ട, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കാം എന്ന് പറയും. അതാണ് എന്റെ രീതി. ഇപ്പൊ എന്റെ കാര്യം പറയാം. എന്നെ പോലീസ് പിടിച്ചോണ്ട് പോകുമ്പോൾ പൂർണ്ണമായും നിയമവിരുദ്ധമായിട്ടാണ് പിടിച്ചോണ്ട് പോയത്. ഒന്നാമത്തെ കാര്യം, എന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. എനിക്ക് നോട്ടീസ് എഴുതി വിളിച്ചു വരുത്താനേ പാടുള്ളൂ. ആ സ്ഥാനത്ത് എന്റെ വീട് വളഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. പിന്നെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് എന്നെ വക്കീലിനെ അറിയിക്കാനും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുമുള്ള അവകാശം എനിക്കുണ്ട്. ആ അവകാശങ്ങൾ മുഴുവൻ നിഷേധിക്കപ്പെട്ടു. അതായത് ഞാൻ നേരെ പോകുന്നത് പോലീസ് കസ്റ്റഡിയിൽ, ആരെയും അറിയിക്കാതെ പോലീസ് കസ്റ്റഡിയിൽ, അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ജയിലിലേക്ക്, അങ്ങനെയാണ് പോകുന്നത്. എന്നെ വക്കീലിനെ അറിയിക്കാൻ സമ്മതിച്ചില്ല. ഒരു ദിവസം മുഴുവൻ കസ്റ്റഡിയിൽ ഇരുത്തിയ ശേഷം പിറ്റേന്ന് രാവിലെ 10 മണിയായപ്പോ അവിടുത്തെ പോലീസുകാരൻ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, വക്കീലിനെ ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് എന്താണ് ഞാൻ വിളിക്കേണ്ടത് എന്ന് ഞാൻ ചോദിച്ചു. കാര്യം എൻ്റെ ഫോണും മറ്റു കാര്യങ്ങളും എല്ലാം അവർ കസ്റ്റഡിയിൽ അപ്പോൾ തന്നെ വാങ്ങി വെച്ചേക്കാം. എല്ലാ നമ്പരും അതിനകത്താണ്. ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാലോ, ആരുടെയും നമ്പർ നമുക്ക് കാണാതെ അറിയില്ല. നമ്മൾ പേരെടുത്ത് വിളിക്കുക ചെയ്യാം, എപ്പോഴെങ്കിലും നമ്മൾ സേവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വക്കീലിനെ അറിയിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല.
മറ്റാരെയും അറിയിക്കാൻ, ഒരുപക്ഷെ ജാമ്യത്തിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ജാമ്യക്കാരെ ഏർപ്പാടാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇപ്പൊ ഞാനും കെ എം ഷാജഹാനൊക്കെ ആ കാര്യത്തിൽ ഒരുപോലെയാണ്. ജാമ്യക്കാരെയൊന്നും നമുക്ക് ഏർപ്പെടുത്താൻ പുറത്തെ ആൾക്കാർ ആരും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ കുടുങ്ങി നിൽക്കുകയാണ്. പിന്നെ അതല്ല, പിന്നെ എന്ത് ചോദ്യം? അവർ ടാർഗറ്റ് ചെയ്തുകൊണ്ട് CPM-നെതിരെ സംസാരിക്കുന്ന ഒരൊറ്റ കാരണം കൊണ്ട് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരിതൊന്നും സമ്മതിക്കില്ല നമുക്കറിയാം. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, എന്റെ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫൈൻ അടയ്ക്കേണ്ടി വരുമോ? അതിന്റെ ഫൈനാണ് ഇപ്പോൾ അടയ്ക്കാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാം. പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ നമ്മൾ പുറത്തുണ്ടെങ്കിലേ നടക്കുള്ളൂ. നമ്മൾ അകത്താണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടുകാരെന്ത് ചെയ്യും? ഒരു രക്ഷയുമില്ല. ആരെ വിളിക്കണം, എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. എന്റെ കേസിൽ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു സുഹൃത്തിനെ വിവരം അറിയിച്ചത് കൊണ്ട് മാത്രമാണ് എന്റെ വക്കീൽ യഥാസമയം അറിയുകയും പിന്നെ അദ്ദേഹം എന്റെ കാര്യത്തിൽ ഇടപെടുകയും എനിക്ക് ജാമ്യത്തിൽ ഇറങ്ങാൻ സാധിക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ ആ സുഹൃത്തിന് ഇപ്പൊ എന്റെ വക്കീലിന്റെ നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെ വീട്ടുകാരുടെ കയ്യിൽ അവരുടെ നമ്പറൊന്നും ഇല്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് നടക്കും. ഇതൊന്നും അറിയാത്ത, എന്ത് കേസിലാണ് എന്നെ കൊണ്ടുപോയത് എന്നുപോലും അറിയാത്ത വീട്ടുകാർ നക്ഷത്രക്കാലക്കെണ്ണം കരഞ്ഞു കരഞ്ഞവരിയ്ക്കും. അത്രത്തോളം പ്രയാസങ്ങളും ഓരോ വീട്ടിലുണ്ടാവും, അറിയാമല്ലോ. അതുതന്നെയാണ് കെ എം ഷാജഹാനെ സംബന്ധിച്ചുണ്ടാകുന്നത്. കെ എം ഷാജഹാനെ പൊക്കിക്കൊണ്ട് പോകുമ്പോൾ കെ എം ഷാജഹാൻ വലിയ വീമ്പുള്ള വലിയ ആളൊക്കെ ആയിരിക്കാം. പക്ഷെ വീട്ടിലൊരു പാവം സ്ത്രീയാണ്, അവരുടെ കുട്ടികൾ, മറ്റുള്ളവർ, അവരൊക്കെ പച്ച സാധുക്കളാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സാഹചര്യം ഉണ്ടാവും. ഇതുപോലെ സമാനമായ സാഹചര്യം തന്നെയാണ് രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ ദിവസം രാത്രി ഒരു വോയിസ് എനിക്ക് വന്നു. ഒരു രാഹുൽ ഈശ്വറിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു അമ്മച്ചിയാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. ഞാൻ ആ മെസ്സേജ് കേട്ട ശേഷം അമ്മച്ചിക്ക് ഒന്ന് വിളിച്ചു. അമ്മച്ചി കുറെ കാര്യങ്ങൾ പറഞ്ഞു, രാഹുൽ ഈശ്വരെ കുറിച്ച്, രാഹുൽ ഈശ്വറിന്റെ ഭാര്യയെക്കുറിച്ച്, കുട്ടിയെക്കുറിച്ച്, അതുപോലെ കുടുംബത്തെക്കുറിച്ചും ഒക്കെ. ഒരു നല്ല മനുഷ്യൻ, ഒരു പാവ മനുഷ്യൻ, അത്യാവശ്യം എടുത്തുചാട്ടം പോലെ സംസാരിക്കും, ഏതിലും സത്യസന്ധമായി സംസാരിക്കും, സത്യത്തിനെ കുറിച്ച് പറയാൻ ഒരു മടിയുമില്ല. പക്ഷെ ദീപ പാപമാണ്, ഈ കാണുന്ന പോലെ പച്ച സാധുവാണ്. സത്യമാണ്, അത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാര്യം 10-16 ദിവസം തന്റെ ഭർത്താവ് ജയിലിൽ കിടക്കുന്ന സമയത്ത്, അതും ചെയ്യാത്ത കുറ്റത്തിന് പിടിച്ച് ജയിലിലാക്കുന്ന സമയത്ത്, ഇവിടെ അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തോണ്ട് പോയ കാര്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരില് വേറൊരു കള്ളക്കേസാണ് കുടുക്കിയത്. ആ കേസ് നിലനിൽക്കൂല എന്ന് നമുക്കറിയാം. കോടതിയിൽ വാദത്തിന് വന്നാലോ ഒന്നും നിലനിൽക്കൂല. അതുകൊണ്ട് ഇവിടെ പ്രധാന കാരണം എന്താണ്? ഇലക്ഷൻ കഴിയുന്നത് വരെ രാഹുൽ ഈശ്വർ പുറത്തു വരരുത്. രാഹുൽ പറഞ്ഞതുപോലെ ശരി തന്നെയാണ്. അപ്പോൾ രാഹുൽ ഈശ്വർ അകത്ത് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ദീപയ്ക്കുണ്ടാകുന്ന ഒരു മാനസിക പ്രയാസം, ഒരു വിഷമം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാവുന്നതാണ്. കാര്യം എന്റെ വീട്ടിൽ അത് അനുഭവിച്ചതാണ്, അവരുടെ പ്രയാസങ്ങൾ അനുഭവിച്ചതാണ്. അവര് കോഴിക്കോട് കോടതിയുടെ വരാന്തയിൽ പുറത്ത് മരച്ചൂട്ടിലേക്ക് കുറെ സമയം ഇരുന്നതാണ്. അത്രത്തോളം മാനസിക പ്രയാസം അവർ അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു പ്രയാസം അവരെ അനുഭവിപ്പിക്കുക എന്നതാണ് ഈ പറഞ്ഞ ഈ പ്രതിയോഗികളുടെ CPM-ന്റെ ഒക്കെ അജണ്ട എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെ എല്ലാവരും ബുദ്ധിമുട്ടിക്കുക. ഈ വീട്ടുകാർ ഇനി ഒരു കാരണവശാലും സംസാരിക്കാൻ സമ്മതിക്കരുത്. കെ എം ഷാജഹാൻ ഇനി സംസാരിക്കരുത്, രാഹുൽ ഈശ്വർ ഇനി സംസാരിക്കരുത്, സാബു കൊട്ടോട്ടി ഇനി സംസാരിക്കരുത്. ഇങ്ങനെയാണ് അതിന്റെ കാര്യം. വീട്ടുകാർ ഭയപ്പെടണം. കാരണം അവർക്ക് നമ്മളല്ലാതെ വേറൊരു ആശ്രയമില്ല. ഇവിടെ രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ മീഡിയകൾ പോലും നോക്കി നിന്നത് സത്യം പറയാനല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനുള്ള അർഹത അവർക്കില്ല. രാഹുൽ ഈശ്വർ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ മീഡിയകൾക്ക് ആവോളം സദ്യ കൊടുത്തിരുന്നു. സദ്യ എന്ന് പറഞ്ഞാൽ ഏറ്റാലും തോറ്റാലും, രാഹുലിനെ അനുകൂലിച്ചായാലും പ്രതികൂലിച്ചായാലും, ഈ രാഹുൽ ഈശ്വർ സംസാരിക്കുന്ന ആ പ്രോഗ്രാമിന്റെ താഴെ കമന്റുകൾ വന്നിരുന്നു, അതിൽ റീച്ച് കൂടിയിരുന്നു, അത്രത്തോളം റേറ്റിംഗ് അവർക്ക് കിട്ടിയിരുന്നു. അതായത് ഒറ്റയ്ക്ക് ഒരു വ്യക്തി ചാനലുകൾക്ക് ഇത്രയും റേറ്റിംഗ് കൂട്ടിക്കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ ഇന്നത് രാഹുൽ ഈശ്വറാണ് പൊതു ഇടത്തിൽ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ സംസാരിക്കുന്നത്. അപ്പൊ ആ ലെവലിൽ നന്ദി കാണിക്കേണ്ടതായിരുന്നു. ജയിലിൽ കിടന്നപ്പോ ഇങ്ങനെ കിടക്കേണ്ട ഒരു വ്യക്തിയല്ല രാഹുൽ ഈശ്വർ. ഇത്രയധികം 10-16 ദിവസം ജയിലിൽ കിടക്കാനുള്ള ഒരു കുറ്റമൊന്നും അയാൾ ചെയ്തിട്ടില്ല. രാഹുൽ ഈശ്വറിന് ഭാഗത്ത് ന്യായമുണ്ട്, അയാളെ തുറന്നു വിടണം എന്ന് സംസാരിക്കാൻ ഇവിടെ മാധ്യമങ്ങളൊന്നും ഉണ്ടായില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റീച്ച് മതി. ഇപ്പൊ രാഹുൽ ഈശ്വർ അകത്തായിരിക്കുമ്പോൾ സംസാരിക്കാൻ ഇവിടെ ആളില്ല, അവര് വേറെ ആളെ തേടിപ്പോകും. ഇതാണ് സംഭവിക്കുക. ഇത് രാഹുൽ ഈശ്വർ മനസ്സിലാക്കണം. രാഹുൽ ഈശ്വർ ഇത് മനസ്സിലാക്കി തന്നെ പെരുമാറണം. കാരണം ഇനി മീഡിയകളിൽ സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവനവന്റെ കാര്യം പറഞ്ഞിങ്ങി പോന്നേക്കണം. അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. അത് മാത്രമല്ല, കുറെ സംഘടനകളുണ്ട്, വളരെ മോശമാണ്. പുരുഷാവകാശമൊക്കെ ശരി തന്നെയാണ്, പുരുഷാവകാശ കമ്മീഷൻ വേണം, എല്ലാം വേണം. പക്ഷെ അതിന് രാഹുൽ ഈശ്വർ കൂടിയിട്ടുള്ള കൂട്ടുകെട്ട് അത്ര നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. അത്ര നല്ലതാണെന്ന് ഒരു തരത്തിലും എനിക്കൊരു അഭിപ്രായമില്ല. കാരണം വിവരവും വിവേകവും ഉള്ള, അറിവും എന്താ പറയുക, പ്രശസ്തിയും എല്ലാം ഉള്ള ഒരു യുവാവാണ്, ഒരു ചെറുപ്പക്കാരനാണ് രാഹുൽ ഈശ്വർ. അദ്ദേഹത്തിന് അതേ ലെവലിൽ, അതേ വേവലെങ്കിൽ കൂട്ടുകൂടാൻ പറ്റിയ ആൾക്കാരല്ല അദ്ദേഹത്തിന്റെ കൂടെ വന്നിട്ടുള്ളത്. ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വന്നപ്പോൾ സ്വീകരണം പോലും അതിന്റെ ഭാഗമാണ്. അത് വേണ്ടിയില്ലായിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു നിലപാട്. പിന്നെ അവിടെ മാധ്യമങ്ങളോട് സംസാരിച്ചു വന്നപ്പോൾ ദീപ വിളിച്ചുകൊണ്ട് പോയത് നന്നായി എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ദീപയ്ക്കാണ് അതിന്റെ ഒരു വിഷമവും അതിന്റെ ആ ദുഃഖവും എല്ലാം മനസ്സിലാകുന്നത്. ഞാൻ അകത്തു പോയി കിടക്കുമ്പോൾ
എന്റെ ഭാര്യയാണ് ഇവിടെ നീറുന്നത്, അവർ ഫുഡ് കഴിക്കുന്നില്ല, അവർക്ക് പറ്റില്ല എന്നേ. കാര്യം നമ്മൾ സംസാരിക്കുന്നു ഇവിടെ SIR-നെ കുറിച്ചായാലും പിണറായിയെ കുറിച്ചായാലും നമ്മളിവിടെ ഇങ്ങനെ സംസാരിക്കുന്നു. ഇതൊന്നും അറിയാത്ത സാധുക്കളാണ് വീട്ടിലുള്ളത്. നമ്മൾ ഒരുപക്ഷെ പെട്ടെന്ന് കണ്ണടഞ്ഞു പോയാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ മേലോട്ട് നോക്കിയിരിക്കുന്നവരാണ് അവരൊക്കെ എന്ന് പറയുന്നത്. ഞാൻ മാത്രമല്ല, ഞാനായാലും ഈ KM ഷാജഹാനെ ഞാൻ വെച്ചത് അങ്ങനെ ഷാജഹാനെ പഠിച്ചു പോയത് കൊണ്ടാണ്. രാഹുൽ ഈശ്വരായാലും അങ്ങനെ വലിയൊരു വിഭാഗം, മിക്കവാറും അല്ല യൂട്യൂബേഴ്സൊക്കെ പ്രത്യേകിച്ചും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന അത് കണ്ടിട്ട് അയാൾ ഭീകരവാദികളാണ് എന്നാരും ചിന്തിക്കൊന്നും വേണ്ട. ഭീകരവാദികളൊന്നും അല്ല. അപ്പൊ അത്തരത്തിൽ നന്നായി പ്രതികരിക്കുകയും എന്നാൽ കുടുംബാന്തരീക്ഷം മോശമാകുകയും ചെയ്യുന്ന ആൾക്കാരെ തെരഞ്ഞു പിടിച്ചാണ് പിണറായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ വീട്ടുകാർ നിർബന്ധിക്കും. ഇപ്പോൾ ഞാൻ പുറത്തേക്ക് വന്ന ശേഷം എന്നോട് പറഞ്ഞു നമുക്ക് യൂട്യൂബ് നിർത്താം, നമുക്ക് സംസാരിക്കണ്ട, കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന്. പക്ഷെ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത് നമുക്കൊന്നും മാറ്റിവെക്കാൻ കഴിയില്ല. കാണുന്ന തെറ്റുകളെ വിളിച്ചു പറയാൻ നമ്മളൊക്കെ നിർബന്ധിതരാവുകയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വരായാലും KM ഷാജഹാനായാലും ഞാനായാലും എന്നെ പോലുള്ള മറ്റുള്ളവരായാലും ആരായാലും എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ ഇത്തരത്തിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കെതിരെ ഏത് നിമിഷവും കേസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കേസുകൾ വന്നാൽ നമ്മൾ ആരൊക്കെയാണ് അറിയിക്കേണ്ടത്, ആരുടെയൊക്കെ സഹായമാണ് തേടേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ വീട്ടിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വെച്ചിട്ടുണ്ടാകണം. ഒരു പേപ്പറിൽ ഒരു ബുക്കിൽ പറ്റുന്നുണ്ടെങ്കിൽ എഴുതി അവിടെ വെച്ചിട്ടുണ്ടാകണം. അവരുടെ കോൺടാക്ട് നമ്പർ അടക്കം. എല്ലാ യൂട്യൂബേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിൽ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ എന്നെ പോലെ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. കാര്യം എനിക്ക് അബദ്ധം പറ്റിയതാണ്, അത് പറ്റരുത്. രാഹുൽ ഈശ്വരനും അത് പറ്റി, അതുപോലെ KM ഷാജഹാൻ അത് പറ്റി, ഇതൊക്കെ പറ്റി. നമ്മളെല്ലാം നമുക്ക് കഴിവുള്ളത് കൊണ്ട് നമുക്കെന്തും ചെയ്യാമെന്ന് കരുതിയിരിക്കും. പക്ഷെ നമ്മളെ പിടിച്ചകത്താക്കി കഴിഞ്ഞാൽ എല്ലാം തകിടം മറിയും. അതുകൊണ്ട് എല്ലാവരും, മുഴുവൻ ആൾക്കാരും ആരെയാണ് സമീപിക്കേണ്ടത്, എങ്ങനെയാണ് സമീപിക്കേണ്ടത്, ഇനി അഥവാ ഒരു അറസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ജാമ്യക്കാർ എവിടെ നിന്നാണ് ലഭിക്കുക, ഇത്യാദി കാര്യങ്ങളെല്ലാം വിത്ത് കോൺടാക്ട് നമ്പർ നമ്മൾ വീട്ടുകാരെ ഏൽപ്പിച്ചിട്ടുണ്ടാകണം. അല്ലെങ്കിൽ ആരെയെന്ന് വെച്ചാൽ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടാകണം, എഴുതി ഒരു ബുക്കിൽ വെച്ചിട്ടുണ്ടാകണം. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. രാഹുൽ ഈശ്വരോട് എനിക്ക് പറയാനുള്ളത്, രാഹുൽ ഈശ്വർ ഇനി ഒരല്പം മിതത്വം പാലിക്കുന്നത് നല്ലതാണ്. കാരണം രാഹുൽ ഈശ്വറിനെ പറഞ്ഞു കൊമ്പത്ത് കയറ്റി പുളിമേ കയറ്റി അതിന് മുതലെടുക്കാൻ മാത്രമേ ഇവിടെ ചാനലുകൾ തയ്യാറായിട്ടുള്ളൂ. രാഹുൽ ഈശ്വർക്ക് വേണ്ടി, ജയിലിൽ കിടന്ന രാഹുൽ ഈശ്വർക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. പക്ഷെ TV ചാനലുകാർ ആരും തന്നെ സംസാരിച്ചില്ല എന്ന് പറയാം. അതുകൊണ്ട് അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി രാഹുൽ ഈശ്വർ പോകണ്ട. രാഹുൽ ഈശ്വറിന് ഒരു കുടുംബമുണ്ട്. ആ ഒരു ബോധത്തോടുകൂടി രാഹുൽ ഈശ്വറിന് യോജിച്ച വ്യക്തികളുമായി ചേർന്ന് പൊരുതുകയാണ് വേണ്ടത്. രാഹുൽ ഈശ്വറുടെ ലക്ഷ്യം നല്ലതാണ്. കാരണം ഒരു പുരുഷ കമ്മീഷൻ എന്നൊരു കമ്മീഷൻ വേണം. പക്ഷെ ഇപ്പോ രാഹുൽ ഈശ്വർ അതിന് തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു കൂട്ടുകെട്ട് അത്ര നല്ലതാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാര്യങ്ങൾ തുറന്നു തന്നെ പറയണമല്ലോ. Different angles. Don't forget to subscribe and support this channel.